Swiggy HDFC ബാങ്കുമായി ചേർന്ന് പുറത്തിറക്കുന്ന co-branded ക്രെഡിറ്റ് കാർഡായ Swiggy HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് അതുപോലെ തന്നെ റിവ്യൂ വീഡിയോ ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല. കാർഡ് എടുത്ത് ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക. കാരണം ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും. അതുപോലെ തന്നെ നമ്മൾ ഉയർന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജുകളും നൽകേണ്ടതായിട്ട് വരും. സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. ആദ്യം ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതിനുശേഷം അവസാനം ഈ ഒരു കാർഡ് ആർക്കാണ് യോജിച്ചതെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. നമുക്ക് എന്തായാലും ആദ്യം കാർഡിൻ്റെ ഫീച്ചർ നോക്കാം. ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു co-branded ക്രെഡിറ്റ് കാർഡാണ്. സ്വിഗ്ഗി അതുപോലെ തന്നെ HDFC ബാങ്ക് രണ്ടും പേരും കൂടെ ചേർന്ന് പുറത്തിറക്കുന്ന ഒരു കാർഡാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് സ്വിഗ്ഗി പ്ലാറ്റ്ഫോമിലാണ്. സ്വിഗ്ഗിയിലൂടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഗ്രോസറി പർച്ചേസ്, പിന്നെ ഡൈൻ ഔട്ട്, ഇൻസ്റ്റാമാർട്ട്, അങ്ങനെയുള്ള സ്വിഗ്ഗിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുവാൻ നേരത്ത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. ഓൾറെഡി സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതിന് പുറമെയാണ് ഒരു 10% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. നമുക്കങ്ങനെ മാക്സിമം ഒരു മാസം നേടുവാൻ സാധിക്കുന്നത് 1500 രൂപ വരെയാണ് ക്യാഷ് ബാക്ക് ആയിട്ട്. എന്നാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറി ഉണ്ട്. നമ്മൾ സ്വിഗ്ഗി വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. അതുപോലെ തന്നെ സ്വിഗ്ഗി ലിക്വർ, അതുപോലെ തന്നെ മിനീസ്, ആ ഓപ്ഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10% ക്യാഷ് ബാക്ക് കിട്ടില്ല. അല്ലാതെ നമ്മൾ നോർമലി ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ഡൈൻ ഔട്ട് ഓപ്ഷനിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും, ഗ്രോസറി പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ 10% ക്യാഷ് ബാക്ക് കിട്ടും. അപ് ടു മാക്സിമം ഒരു മാസം 1500 രൂപ വരെ. മറ്റൊരു ഫീച്ചർ വരുന്നത് ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഈ ഒരു 5% ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. അവർ പറയുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഫാർമസി ഓൺലൈൻ പേയ്മെൻറ്റ്, പിന്നെ പേഴ്സണൽ കെയർ, ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക്സ്, എൻ്റർടൈൻമെൻറ്റ്, അതായത് ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോംസ്, പിന്നെ എന്തെങ്കിലും ഹോബീസ് റിലേറ്റഡ് പേയ്മെൻറ്റ്, പിന്നെ ലോക്കൽ ക്യാബ് ലൈക്ക് ഓല, ഊബർ, അങ്ങനെയുള്ള ക്യാബ് ബുക്കിംഗ്, പിന്നെ ഓൺലൈൻ പെറ്റ് ഷോപ്പ് പേയ്മെൻറ്റ്, പിന്നെ അപ്പാരൽസ്, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ്, പിന്നെ ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്, അങ്ങനെ ഇവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട്. പിന്നെ വിട്ടുപോയത് ഹോം ഡെക്കർ, പിന്നെ മെഡിക്കൽ റിലേറ്റഡ് പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്ന കാറ്റഗറിയിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അതിനും ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു മാസം 1500 രൂപ വരെയാണ് ഈ ഒരു 5% ക്യാഷ് ബാക്കും നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് അതർ സ്പെൻഡിങ്, ഇൻക്ലൂഡിങ് ഓഫ്ലൈൻ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസിലേക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് 1% ക്യാഷ് ബാക്കാണ് കിട്ടുക. ഈ ഒരു 1% ക്യാഷ് ബാക്കിന് ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഒരു മാസം മാക്സിമം 500 രൂപ വരെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാർഡിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട്. ഫ്യൂവൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ്, വാലറ്റ് ലോഡിങ്, EMI, ജ്വല്ലറി പേയ്മെൻറ്റ്, പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്കൊന്നും നമുക്ക് ഈ ഒരു കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടില്ല. ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കല്ല വരുന്നത്. പകരം നമുക്ക് സ്വിഗ്ഗിയിൽ നമുക്ക് സ്വിഗ്ഗി വാലറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വിഗ്ഗി മണി വാലറ്റിലേക്കാണ് നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന് 10 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഈ ഒരു കിട്ടിയ ക്യാഷ് ബാക്ക് ഈ ഒരു സ്വിഗ്ഗി മണി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. ഈ ഒരു പണം ഉപയോഗിച്ച് നമുക്ക് സ്വിഗ്ഗിയിൽ തന്നെ ഓർഡർ ചെയ്യാനേ പറ്റുകയുള്ളൂ. സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാം, മറ്റു റിലേറ്റഡ് സർവീസസിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസൈഡ് സ്വിഗ്ഗി പ്ലാറ്റ്ഫോം. അല്ലാതെ നമുക്ക് പുറത്ത് ഒരു പേയ്മെൻറ്റ് അത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ കാർഡ് എടുത്ത് കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു 3 മാസത്തെ സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഡെലിവറി, അതുപോലെ തന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ടൊക്കെയാണ് ഈ ഒരു സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ 3 മാസത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബോണസായിട്ട് നമുക്ക് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിനെ കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു കാർഡ് വരുന്നത് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ്. സോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് പ്രീമിയം ഗോൾഫ് ആക്സസ് വരുന്നുണ്ട് വേൾഡ് വൈഡ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ നമുക്ക് ഒരു വർഷം 12 ഫ്രീ ഗോൾഫ് ലെസൺസ് വരുന്നുണ്ട്. പിന്നെ സെലക്റ്റഡ് മാസ്റ്റർ കാർഡ് പാർട്ട്നേഴ്സിൽ നമുക്ക് 1 നൈറ്റ് ആൻഡ് 1 ഡൈൻ ഇൻ ഫ്രീ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഗോഡയിൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ അപ് ടു 12% ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും വേൾഡ് വൈഡ് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ബോണസായിട്ട് വരുന്ന ഓഫേഴ്സാണ് ഈ ഒരു കാർഡിൽ. പിന്നെ ഈ ഒരു കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട്, കുറച്ച് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ലൈക്ക് റെൻറ്റ് പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല, വാലറ്റ് ലോഡിങ്, പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. അതായത് വാട്ടർ ബിൽ അടക്കൽ, അതുപോലെ തന്നെ കറണ്ട് ചാർജ് അടക്കൽ, അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പിന്നെ ഫ്യൂൽ പർച്ചേസ്, പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, EMI, ജ്വല്ലറി, പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ
ട്രാൻസാക്ഷൻ, പിന്നെ വാലറ്റ് ലോഡിംഗ്, ഈ കാറ്റഗറികളിലൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പിന്നെ 5% ക്യാഷ് ബാക്ക്, ഓൺലൈൻ സ്പെൻഡിങ്ങിന് 5% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കുറേ കാറ്റഗറികളിൽ. എന്നാൽ ഈ ഒരു 5% ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ ഒരു 5% ക്യാഷ് ബാക്ക് കിട്ടില്ല. ഇനി ഒരു കാർഡിൻ്റെ ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സ്വിഗ്ഗി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഞാനെടുത്ത കാർഡല്ല. നമുക്ക് പുതിയ കാർഡൊക്കെ എടുക്കുമ്പോൾ പലരും അൺബോക്സിങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ അയച്ചു തരുന്നൊരു സുഹൃത്താണ് അരുൺ. അപ്പോൾ അരുൺ അയച്ചു തന്നൊരു വീഡിയോ ആണിത്. നമുക്ക് എന്തായാലും കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സ്വിഗ്ഗി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ വിശദാംശങ്ങൾ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി ഈ ഒരു കാർഡ് ആർക്കാണ് യോജിച്ചത്? സ്വിഗ്ഗി വഴി സ്ഥിരമായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് അവർക്ക് പറ്റിയൊരു കാർഡ് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 1500 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. 10% ഡിസ്കൗണ്ട് ഓരോ ഹോട്ടലിൽ നമുക്ക് നേടാം. ഡിസ്കൗണ്ട് അല്ല, 10% ക്യാഷ് ബാക്ക് നമുക്ക് നേടാം. കിട്ടുന്ന ക്യാഷ് ബാക്ക് നമുക്ക് സ്വിഗ്ഗി വാലറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഫുഡ് മാത്രമല്ല, സ്വിഗ്ഗിയിലെ മറ്റു സർവീസസിലേക്ക് ഇൻസ്റ്റാമാർട്ട്, പിന്നെ സ്വിഗ്ഗി ഡൈൻ ഔട്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സ്വിഗ്ഗി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പറ്റിയൊരു കാർഡ് തന്നെയാണ് ഈ ഒരു സ്വിഗ്ഗി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഓൺലൈൻ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കിട്ടുന്നില്ല. നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അവർ കുറച്ച് കാറ്റഗറികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറികളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 5% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. പിന്നെ മറ്റ് സ്പെൻഡിങ്ങിന് നമുക്ക് വെറും 1% ക്യാഷ് ബാക്ക് മാത്രമാണ് കിട്ടുന്നത്. അതിനും ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഒരു മാസം മാക്സിമം 500 രൂപ വരെ മാത്രമേ നേടുവാനായിട്ട് സാധിക്കൂ. സോ അങ്ങനെ നോക്കാൻ നേരത്ത് ഈ പറഞ്ഞ ഫീച്ചറിലേക്ക് നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ നിങ്ങൾ സ്വിഗ്ഗി പ്ലാറ്റ്ഫോം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് ഈ ഒരു സ്വിഗ്ഗി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.